CMF by nothing phone 1. So in the blue box on that means the blue color ആണ്. So ഈ blue color അതുപോലെ orange color മാത്രമാണ് ആർട്ടിഫിഷ്യൽ ലെതറിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള രണ്ട് that means ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ കളറും അതുപോലെ തന്നെ പിന്നെയുള്ള ബ്ലാക്കും അത് രണ്ടും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ പീൽ ഓഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡൺ. Okay, so first നമ്മുടെ phone. Okay, so let's peel off. Okay, and here is the phone. ഓക്കെ, കണ്ടോ, ഇത് നമ്മുടെ ലെതർ മെറ്റീരിയൽ മോഡലാണ്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ലെതർ വരും. ഇവിടെ ചെറുതായിട്ട് CMF by nothing എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ക്രൂസ്, ബാക്ക് പാനൽ ചേഞ്ച് ചെയ്യാനുള്ള സ്ക്രൂസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ദ ക്യാമറ മൊഡ്യൂൾ ആൻഡ് ഡിസ്പ്ലേ. സോ ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോൺ. ആൻഡ് ബോക്സിൽ എന്തൊക്കെയാണ്, ഒബ്വിയസ്ലി USB ടൈപ്പ് C to ടൈപ്പ് C ഡയറക്റ്റ് കേബിൾസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ സിം ഇജക്ട് ടൂൾ ആയിരിക്കും. ഓക്കെ, സോ സിം ഇജക്ട് ടൂൾ. സോ നിങ്ങൾക്ക് എക്സ്ട്രാ കേസ് മേടിക്കുകയാണ്, മീൻസ് ആ എക്സ്ട്രാ നത്തിങ്ങിനോട് തന്നെ കേസ് മേടിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ടൂൾ മാത്രമേ കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് രണ്ട് കളേഴ്സ്, ഒന്ന് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറും അതേപോലെ തന്നെ ബ്ലാക്കും ആണ്. ഇത് രണ്ടും നോക്കിയറിയാം. സോ ഓൾമോസ്റ്റ് നല്ല സിമിലർ ആണ് നമ്മുടെ ഈ രണ്ട് വേരിയൻസ്. ബിക്കോസ് യു ക്യാൻ സി കേട്ടോ, ആ ഒരു സിൽവറിഷ് ക്യാമറ മോഡ്യൂൾ രണ്ടുപേർക്കും സിൽവർ പ്ലേറ്റഡ് സ്ക്രൂസ് ആണ് രണ്ടുപേർക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ മാത്രമാണ്, ദാറ്റ് മീൻസ് ഇതൊരു ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് ആയത് കാരണം നമുക്ക് ഒരു ഗ്രേയിഷ് ഡാർക്ക് സിൽവർ കളറാണ് ഒരു വന്നിരിക്കുന്നത്. ആൻഡ് സ്ക്രൂസ് ഒക്കെ ആയാലും പ്രോപ്പർ ബ്ലാക്ക് ആണ്. ഓക്കെ, ആൻഡ് ലെഫ്റ്റ് റൈറ്റ് സൈഡ് യു ക്യാൻ സി ആ പവർ ബട്ടണും ആ ഒരു ബ്ലാക്ക് കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേയിഷ് ഡാർക്ക് ബ്ലാക്ക് യു ക്യാൻ സി. ആൻഡ് ലെഫ്റ്റ് വോളിയം റോക്കേഴ്സും. സോ ഇവർ രണ്ടൊരു ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ. നമ്മുടെ രണ്ട് കളേഴ്സും ഉണ്ട്, സിൽവർ പ്ലേറ്റഡ് സ്ക്രൂസ് ആസ് വെൽ ആസ് ക്യാമറ മൊഡ്യൂൾ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെ. ആൻഡ് ദ ലെഫ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ. ആൻഡ് ടോപ്പ് ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് ഡിഫറൻസ് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. മീൻസ് ആ ഒരു കളറിന്റെ ഡിഫറൻസ് കാരണം ഇവിടെ ഒരു ആ ഒരു പാനൽ ഡിസ്പ്ലേയുടെ പാനലിന്റെ ആ ഒരു ബീഡിങ് എടുത്തറിയാൻ പറ്റുന്നു. പക്ഷേ ബ്ലാക്ക് ആയത് കാരണം ഓൾമോസ്റ്റ് ബ്ലെൻഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ആ ഫുള്ളി കളറായ മൊത്തം ബ്ലെൻഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ ഈ ഒരു ബ്ലാക്കും അതേപോലെ തന്നെ ഈ ലൈറ്റ് ഗ്രീനും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേർക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് ബാക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും. പക്ഷേ ഈ ഒരു ബ്ലൂവും അതേപോലെ തന്നെ ഓറഞ്ചും വരുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാണ്. പിടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് വീഗൻ ലെതറിന്റെ ഫിനിഷ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ലെതറാണ്, നല്ല രസമുണ്ട് കൈ പിടിക്കുമ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പിടിക്കുന്നത് നല്ലൊരു ഇൻഹാൻഡ് ഫീൽ. ഇത് ഒബ്വിയസ്ലി പിടിക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടുന്നത്. പക്ഷെ ഒരു സ്മൂത്ത് മാറ്റ് ടൈപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ആട്ടോ, നോർമൽ പ്ലാസ്റ്റിക് അല്ല. ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് പോയ ഫിംഗർ പ്രിന്റ് മാറ്റ് ഒന്നും ആവാത്തൊരു സാധനമാണ്. അത് അത്യാവശ്യം സ്മൂത്ത് മാറ്റ് ഫിനിഷ് ആണ്. ഓക്കെ, കൊള്ളാം. സോ ഫിംഗർ പ്രിന്റ് സ്കാനർ, സോ വർക്ക്സ് ഫൈൻ, യു കൻ സി. ആൻഡ് നമ്മുടെ റെഡ്മിയുടെ 13 5G ആണ്. ആൻഡ് യു കൻ സി ഇതിന് നമുക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഫാസ്റ്റ് ആണ്, ബട്ട് സോ സൈഡ് മൗണ്ടഡ് ആണോ ഇൻ ഡിസ്പ്ലേ ആണോ, ഒബ്വിയസ്ലി ഐ വുഡ് പ്രിഫർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. ആൻഡ് ഇതിന്റെ രണ്ടിന്റെ UI നോക്കിയാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ബ്ലോട്ട്വേഴ്സ് ആണ്. നമ്മുടെ റെഡ്മി 13 5G അത് യു കൻ സി നമ്മുടെ ബബിൾ ഷൂട്ട് ആൻഡ് 2 ബ്ലോക്ക് പസില്, ക്രേസി ജ്യൂസർ, ഡസ്റ്റ് സെറ്റില്, ജുവൽസ് ബ്ലാസ്റ്റ്. പക്ഷെ നമുക്ക് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് uninstall ചെയ്യാട്ടോ. ജസ്റ്റ് യു കൻ സി ഡു ഇറ്റ് റൈറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് യു കൻ സി ടൈൽ, ഫൺ വേർഡ്, ട്രിപ്പ്, സ്നാപ്ചാറ്റ്, അങ്ങനെ കുറേ ബ്ലോട്ട്വേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ബേസിക് സ്റ്റോക്ക് ആപ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഫേസ്ബുക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. സോ കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ഒരു നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. സോ ജസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് ആൻഡ് യു കൻ സി ബേസിക് ഡിസ്പ്ലേ സെറ്റിംഗ്സ് തന്നെയാണ്. ബ്രൈറ്റ്നസ് ലെവൽസ്, സ്ക്രീൻ ടൈം ഔട്ട്, ഡാർക്ക് തീം, സ്റ്റാറ്റസ് ബാർ ഏതൊക്കെ വേണം, ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ മേളിൽ കാണിക്കുകയും ജസ്റ്റ് ഇത് ടേൺ ഓൺ ചെയ്യുക. ഡബിൾ ബാറ്ററി പെർസെൻറ്റേജ് കാണിച്ചു. ഏതാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ കളേഴ്സ് 2 ഓപ്ഷനാണുള്ളത്, എലൈവും സ്റ്റാൻഡേർഡും. എലൈവാണ് കുറച്ചുകൂടെ വൈബ്രന്റ് കളേഴ്സ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആണ്. സോ ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഹൈ ആണ് 120 Hz, സ്റ്റാൻഡേർഡ് ആണ് 60 Hz. ആൻഡ് നമ്മുടെ HDR ഡിസ്പ്ലേ ഓപ്ഷൻ. പിന്നെ നമ്മുടെ നൈറ്റ് ലൈറ്റ്, അതായത് എസ്പെഷ്യലി നൈറ്റിലൊക്കെ ഫോൺസ് റൂമിൽ ലൈറ്റിലായിട്ട് യൂസ് ചെയ്യുന്ന മസ്റ്റ് ആയിട്ട് ടേൺ ഓൺ ചെയ്ത് യൂസ് ചെയ്യുക. ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് ഇതിനകത്തൊരു LCD ഡിസ്പ്ലേ ഉണ്ടോ തന്നെ നമ്മുടെ റെഡ്മി 13 5G. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊരു നമുക്ക് ജസ്റ്റ് വീഡിയോ കമ്പയർ ചെയ്ത് നോക്കാം. ആൻഡ് കളർ സ്കീമിനകത്ത് അവിടെ കുറച്ച് മോഡ്സ് ഉണ്ട്, വിവിഡ്, സാച്ചുറേറ്റഡ്, സ്റ്റാൻഡേർഡ്. സോ വിവിഡ് ആണ് അത്യാവശ്യം, സാച്ചുറേറ്റഡ് നോക്കി രണ്ടും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് ഞാൻ പ്രിഫർ ചെയ്യുക കുറച്ചും കൂടെ കത്തണ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് സാച്ചുറേറ്റഡ് എടുക്കാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് റീഡിംഗ് മോഡ് കിട്ടുന്നുണ്ട്. സോ ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിള്, ക്ലാസിക് വേണോ അതിന് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള മോഡ് വയ്ക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സി ഫോൺ റിഫ്രഷ്
റേറ്റ് അത് കസ്റ്റം നമുക്ക് വെക്കാൻ പറ്റും, ഏത് 120 Hz 60 Hz ആൻഡ് ഡീഫോൾട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്പ് വെച്ചുള്ള അഡ്ജസ്റ്റ്മെന്റും കിടപ്പുണ്ട്. പിന്നെ നമുക്ക് നോർമൽ സെറ്റിംഗ്സ് ആണ് വരിക. സോ നമുക്ക് ജസ്റ്റ് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ട് മാക്സിമം സ്ക്രീൻ ബ്രൈറ്റ്നസ് ഓൺ ആക്കി സൺലൈറ്റ് മോഡ് ഓൺ ആക്കി ആൻഡ് സെയിം തിങ് വിത്ത് ലൈറ്റ് മോഡ് ആയിട്ട് കിടക്കണേ, ഇതും ലൈറ്റ് മോഡ് ആക്കാം. സോ ഡയറക്ട് തീം ഓഫ് ആക്കി ലൈറ്റ് മോഡിൽ തന്നെ കിടക്കണം. ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു കളർ ഡിഫറൻസ്, ഇതൊരു ക്രീമിഷ് വൈറ്റ് പോലത്തെ, ഇതൊരു പ്യുവർ വൈറ്റ് ആണ്. നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറ അത് ഡിറ്റക്ട് ചെയ്യുന്ന അറിയില്ല. സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പെയിൽ കളറായിട്ട് എന്തൊരു ഡൾ മങ്ങിയ പോലെയാണ് എനിക്ക് ഒറ്റയടിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു വീഡിയോ പ്ലേ ബാക്ക് കമ്പാരിസൺ ചെയ്തിട്ട് ഒരു വേർഡിക്റ്റ് പറയാം. ഇതാണ് നമ്മുടെ റെഡ്മി 13 5G വേഴ്സസ് ആണ് CMF ഫോൺ 1 ബൈ നത്തിങ്. ആൻഡ് യു ക്യാൻ സി ഒറ്റയടിക്കുന്നതിന് ഇവിടുത്തെ നല്ല ഡിഫറൻസ് ഒറ്റയടിക്കാൻ അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഒരു മൊത്തത്തിലൊരു പെയിലും കളേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഡള്ളായിട്ടാണ്. ബ്രൈറ്റ്നസ് ലെവൽസ് ആയാലും കുറച്ച് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഒന്നുകൂടെ ക്ലോസ് കാണിച്ചു കേട്ടോ. സോ ദിസ് ഈസ് ദ റെഡ്മി 13 5G ആൻഡ് ദിസ് ഈസ് ദ CMF ഫോൺ 1. നല്ല കളേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഒരു നോർമൽ യൂസർ ആണെങ്കിലും മനസ്സിലാവുന്ന ഡിഫറൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സ്കൈയുടെ ആ ഒരു വൈറ്റ് കളറിന്റെ ഡിഫറൻസ് ഉണ്ടോ, അത് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ സൺലൈറ്റിന് ഗ്രീനിന്റെ കളേഴ്സ് ആയാലും മൊത്തത്തിലൊരു ഓവറോൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് ആയാലും എല്ലാം ഇച്ചിരി കുറവാണ് നമ്മുടെ റെഡ്മി 13 ആണ്. യു ക്യാൻ സി നല്ല ഡിഫറൻസ് ഉണ്ട്. ആൻഡ് അതൊരു കാണാൻ പറ്റിയൊരു വെർത്ത് ഡിഫറൻസ് തന്നെയായിരുന്നു നമ്മുടെ റെഡ്മി 13 5G അതേപോലെ തന്നെ CMF ഫോൺ 1ഉം. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഓഡിയോ സെറ്റിംഗ്സ് ജസ്റ്റ് നോക്കാം. ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ആൻഡ് യു ക്യാൻ സി sound and vibration, and you can see basic settings and media, ringtone, alarm, silent mode, silent media in silent mode, do not disturb. Basic settings and sound effects and the Xiaomi sound in the option. And apart from that, here also basic settings and like option media, enhanced audio output. Apart from that, feels almost same. So രണ്ട് പേർക്കും ഉണ്ടല്ലോ മോണോ സ്പീക്കറാണ്, ഒറ്റ സ്പീക്കർ ഉള്ളത്, അതും ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ് വരിക. ആൻഡ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഓഡിയോ. ഒബ്വിയസ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റെഡ്മി 13 5G തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസ് ചെയ്യട്ടോ. Okay, just okay speaker, and in comparison with the CMF phone 1, oh കൊള്ളാം. ഒന്നോടെ നമ്മുടെ റെഡ്മി 13 5G. CMF phone 1. So another clear win for the CMF ഫോൺ 1. ഡിസ്പ്ലേയും ഓഡിയോ ഒരു ക്ലിയർ വിൻ. നമ്മുടെ പെർഫോമൻസ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ ഒരു ചിപ്സെറ്റ് ആയിട്ടാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്നൊരു ചിപ്സെറ്റാണ് നമ്മുടെ റെഡ്മി 13 5G വരുന്നത്. അത്യാവശ്യം ഡീസെന്റ് ഒരു 4 nm ചിപ്സെറ്റ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് Dimensity 7300, അതൊരു പ്രൂവൻ ചിപ്പാണ് കേട്ടോ, ഒരു 4 nm തന്നെയാണ് അതും. ആൻഡ് ആക്ച്വലി ഇതിന്റെ ബെഞ്ച് മാർക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ this is started to benchmark of the, you can see ഒരു close to 7 lakh അടുത്താണ് വരുന്നത്. And you can see CPU 2 lakh, GPU 1,47,000, memory 1,47,000 and 1,63,000 ആണ് വരിക. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറേജ് ടെസ്റ്റ് അത്യാവശ്യം കൊള്ളാം, 74,000 വന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ നമ്മുടെ CPU ടെസ്റ്റ് ഒന്ന് ചെയ്തായിരുന്നു. ടോട്ടൽ ടു 71% മാക്സിമം പെർഫോമൻസ് വന്നു. ഇതിനകത്ത് കിട്ടിയപ്പോൾ തന്നെ അപ്ഡേറ്റും കഴിഞ്ഞിട്ടാട്ടോ ചെയ്ത് എല്ലാം ലേറ്റസ്റ്റ് ഇവിടെ ലാസ്റ്റ് വന്നപ്പോഴാണ് ഒന്ന് ഗ്രാഫ് സ്റ്റേബിൾ ആയത്. അതുവരെ മൊത്തം യെല്ലോ ഓറഞ്ച് ആ രീതിയിൽ തന്നെ ആയിരുന്നു പോകണം. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി സ്റ്റേബിൾ ആയി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. BGMI നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് സീ. സോ നമ്മുടെ BGMIയുടെ ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്മൂത്ത്, ബാലൻസ്ഡ്, HDR, അൾട്രാ HDR ഇല്ല, എക്സ്ട്രീം HDR കമ്മിങ് സൂൺ എന്ന് കിടപ്പുണ്ട്. ആൻഡ് ഫ്രെയിം റേറ്റ് നമുക്ക് മാക്സിമം അൾട്രാ വരെ കിട്ടുന്നുണ്ട് കേട്ടോ. ആൻഡ് HDR ആൻഡ് അൾട്രാ നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇൻ ദ BGMI. ഗ്രാഫിക്സിന്റെ സപ്പോർട്ട് കാണിച്ചു തരാം. സോ സെറ്റിംഗ്സ്, ഓഡിയോ ആൻഡ് ഗ്രാഫിക്സ്. സോ നമുക്ക് ഗ്രാഫിക് ക്വാളിറ്റി മാക്സിമം വരുന്നത് വെരി ഹൈയും ഫ്രെയിം റേറ്റ് മാക്സും ആണ്. സോ ഞാൻ കണ്ടോ ഫ്രെയിം റേറ്റ് മാക്സിമം ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈ ആയി പോയി. സോ ഇതാണ് ഈ സെറ്റിംഗ്സ് നമുക്ക് ജസ്റ്റ് കളിച്ച് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ.
എനിക്ക് തോന്നുന്നു ഈ ലെതർ ആയാലും മീൻസ് ആർട്ടിഫിഷ്യൽ ലെതറിന് അത്രയും ഹീറ്റ് തന്നെ ബാക്കി രണ്ടാ ലൈറ്റ് ഗ്രീനും അതേപോലെ തന്നെ ബ്ലാക്കും വെച്ച് നോക്കുമ്പോൾ അത്രയും വാം ആവണില്ല കേട്ടോ, കുറച്ച് ലെസ് വാം ആവണേ നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെതറിന്റെ വേരിയന്റ്. ഓക്കെ, ഓക്കെ കൊള്ളാം കേട്ടോ. ഉപ്സ്, ഷിറ്റ്. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ സോ ഇതാണ് നമ്മുടെ CMF ഫോൺ 1ന്റെ ക്യാമറാസ്. സോ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ക്യാമറ UI. സോ ക്യാമറ, സോ നമുക്ക് കിട്ടുന്ന സ്ലോ മോഷൻ കിട്ടുന്നുണ്ട് 1x-ഉം 2x-ഉം, മീൻസ് 60mm ആൻഡ് 52mm. ദെൻ വീഡിയോയ്ക്ക് നമുക്ക് മാക്സിമം 4K at 30 FPS വരെ നമുക്ക് പോകാൻ പറ്റും. യു കൻ സി 4K at 30 FPS ആൻഡ് ആക്ഷൻ മോഡ്, ദറ്റ് മീൻസ് സ്റ്റെബിലൈസേഷന് വേണ്ടിയുള്ള മോഡാണ് ആക്ഷൻ മോഡ്. അത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ 4K 30 1080p at 30 FPS പോകും. പിന്നെ നമുക്ക് മോർ സെറ്റിംഗ്സ് ഇവിടെ കുറച്ച് ബേസിക് സെറ്റിംഗ്സ് ഉണ്ട്. ഞാനത് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുവാണ്. നമ്മുടെ വാട്ടർ മാർക്കിനുള്ളതും ലെവലിങ്, ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുന്നത്, പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ഷട്ടറിനകത്ത് റെക്കോർഡ്, മീൻസ് ഒറ്റ ടാപ്പിൽ ഫോട്ടോ പ്രസ് ആൻഡ് ഹോൾഡ് പിടിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആയിട്ട് പോകണം. പിന്നെ അൾട്രാ എക്സ്ട്രാ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോ നമുക്ക് ഇവിടെ HDR മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ നാച്ചുറൽ മോഡ് വേണോ അതോ വിവിഡ് മോഡ് വേണോ എന്നുള്ള ഓപ്ഷൻസ് അത് നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചുകൂടി കളർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസിന് വേണ്ടി വിവിഡ് എടുക്കാം, അത് നാച്ചുറൽ മതിയെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ നോർമൽ എടുക്കാം. അതനുസരിച്ച് ഇവർ കുറച്ച് ഒപ്റ്റിമൈസേഷനും ഏതാണ് നിങ്ങളുടെ സബ്ജക്ട് ഏതാണ് അതനുസരിച്ച് ഇവിടെ കണ്ടോ ഏത് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ നോർമൽ ഫിൽറ്റേഴ്സ് ആൻഡ് സം മോഷൻ ഫോട്ടോ, ദാറ്റ് മീൻസ് ലൈവ് ഫോട്ടോ നമ്മൾ ഐഫോൺസിൽ കണ്ടുവരുന്ന ഒരു സെക്കൻഡ് പുറകിലും ഒരു സെക്കൻഡ് മുമ്പിലും ആ ഫോട്ടോയുടെ എടുക്കുന്നതാണ് ലൈവ് ഫോട്ടോ, വീഡിയോ പോലെ, ഷോർട്ട് വീഡിയോ പോലെ. ആൻഡ് ദെൻ 1x-ഉം 2x-ഉം ഫോട്ടോ തന്നെയുണ്ട്. പിന്നെ പോർട്രേറ്റ് നമുക്ക് ഇവിടെ ഡെപ്ത് ഡിറ്റക്ഷൻ്റെ ഓപ്ഷൻസ് ആൻഡ് 1x 126mm ആൻഡ് 52mm. ആൻഡ് ഇവിടെയും ഫിൽറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് നമ്മുടെ ഫേസ് റീടച്ചിങ്ങിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് മോഡിനകത്ത് നമുക്ക് ടൈം ലാപ്സ്, പാനോരമിക് മോഡ്, എക്സ്പേർട്ട് മോഡ്, ദാറ്റ് മീൻസ് നമ്മുടെ പ്രോ മോഡ് തന്നെ അപ്പർച്ചർ ISO വൈറ്റ് ബാലൻസ് ഒക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോ മോഡ്. ഇത്രയാണ് നമുക്ക് നമ്മുടെ ക്യാമറയിൽ ബേസിക് ആയിട്ടുള്ളത്. സോ ഇതിന് ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്ക് 50 MB ഒരു മെയിൻ ക്യാമറയാണ്. നമുക്ക് Redmi 13ന്റെ ക്യാമറ UI ജസ്റ്റ് നോക്കാം. സോ Redmi 13 നമുക്ക് ടൈം ലാപ്സ്, വീഡിയോ നമുക്ക് മാക്സിമം ലെറ്റ്സ് സി 720 100 720 100 4K റെക്കോർഡിംഗ് പോലും ഇല്ല ഇതിന്. Redmi 13 5G 4K റെക്കോർഡിംഗ് ഇല്ല കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഫോട്ടോ, പോർട്രേറ്റ് നമുക്ക് 1x 2x എന്നുള്ള ഓപ്ഷൻസ് ഇല്ല. നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ 108 MB ഹൈ റെസൊല്യൂഷൻ മോഡ്, ദാറ്റ്സ് ഇറ്റ്, തീർന്ന സംഭവം. ഓക്കെ, സോ ഒബ്വിയസ്ലി 4K റെക്കോർഡിംഗ് ഇനി എങ്ങനെ മാറിപ്പോയാൽ നോക്കട്ടോ, ഇല്ല. ഓക്കെ, സോ 4K റെക്കോർഡിംഗ് ഇല്ല നമ്മുടെ Redmi 13 5G. സോ ഒബ്വിയസ്ലി 4K റെക്കോർഡിംഗ് ഉണ്ട് നമ്മുടെ CMF ഫോൺ 1-ന്. രണ്ട് ക്യാമറാസിൽ OIS വരുന്നില്ല കേട്ടോ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ നത്തിങ് OS-നകത്ത് നമ്മുടെ ആക്ഷൻ മോഡ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ആക്ഷൻ മോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടോ. വീഡിയോയ്ക്കകത്ത് സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള ഒരു മോഡ് ഒന്നുമില്ല, സ്റ്റെബിലൈസേഷൻ മോഡൊന്നുമില്ല. മാക്രോ മോഡ് കിട്ടുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. സോ ഒബ്വിയസ്ലി ദാറ്റ്സ് എ ക്ലിയർ വിൻ. വീഡിയോയുടെ കാര്യത്തിലും ക്ലിയർ വിൻ ഞാൻ പറയാം നമ്മുടെ CMF ഫോൺ 1 തന്നെയാണ്. ആൻഡ് 4K at 30 FPS 1080p at 1360 ഉണ്ട്. ഇവിടെ 1080p at 60 പോലും ഇല്ല നമ്മുടെ Redmi 13 5G. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സെൽഫീസ് ക്യാമറ നോക്കുകയാണെങ്കിൽ അവിടെ അഡ്വാൻറ്റേജ് നമ്മുടെ CMF തന്നെയാണ്. ഇവിടെ 16 MB സെൽഫി ക്യാമറ വേഴ്സസ് ഇവിടെ നമുക്ക് 13 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററി നോക്കുകയാണെങ്കിൽ നമ്മുടെ CMF ഫോൺ 1 5000 mAh അതേപോലെ നമുക്ക് ഇത് 5030 mAh ആണ്. രണ്ടിനും 33 വാട്ട് സപ്പോർട്ട് ആണെങ്കിലും ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് ബോക്സിൽ തന്നെ 33 വാട്ട് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് ബോക്സിൽ അഡാപ്റ്റർ കിട്ടുന്നില്ല, MFന്റെ അഡാപ്റ്റർ ബോക്സിൽ വരുന്നില്ല. ആൻഡ് നമുക്ക് ഇതിന്റെ ഏറ്റവും കൂടിയ 65 വാട്ട് ഗ്യാൻ ചാർജറാണ് മേടിക്കണമെങ്കിൽ ഒരു 1999 ആവും ഫോണിന്റെ കൂടെ കോംബോ ആയിട്ട് മേടിക്കുമ്പോൾ. ബട്ട് സ്റ്റിൽ ഒരു 2000 രൂപ എക്സ്ട്രാ വരും. ദാറ്റ് മീൻസ് ഇപ്പോൾ 828 എടുക്കുന്ന ഒരാൾക്ക് 18+2K ദാറ്റ് മീൻസ് ക്ലോസ് 20K ഒരു ഫോണായി നമ്മുടെ CMF ഫോൺ 1. പ്രൈസിങ് നോക്കുവാണെങ്കിൽ 15,999 ആണ് CMF ഫോൺ 1ന്റെ 6GB വേരിയന്റ്. ആ പ്രൈസിങ് അതിനേക്കാൾ 500 രൂപ കുറച്ച് കഴിഞ്ഞ്
നമുക്ക് ഇതിന്റെ 8 128 കിട്ടും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ബട്ട് യു ക്യാൻ സി ഡിസ്പ്ലേ അഡ്വാൻറ്റേജ് CMF, ഓഡിയോ അഡ്വാൻറ്റേജ് CMF, ക്യാമറ അഡ്വാൻറ്റേജ് CMF, UI അഡ്വാൻറ്റേജ് CMF, പിന്നെ ബാറ്ററി ആൻഡ് ചാർജിങ് കുറച്ചും കൂടെ ബോക്സ് അഡാപ്റ്റർ ആ ഒരു ഒറ്റ അഡ്വാൻറ്റേജ് മാത്രമേ എനിക്ക് ഇതിന് ഫീൽ ചെയ്തുള്ളൂ. ഐ വിൽ ചൂസ് ദ CMF ഫോൺ 1 ഓവർ ദ Redmi 13 5G. ഇനി നോർമൽ യൂസർ, ബേസിക് യൂസർ ആണെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ഒന്നും വർത്ത് ഉണ്ട്, എന്നാലും വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ദെൻ യു ക്യാൻ ഡയറക്ട്ലി പിക്ക് 8GB 128GB ആ ഒരു പ്രൈസ് കിട്ടുമ്പോൾ ഒബിയസ്ലി യു ക്യാൻ pick the Redmi 13 5G, but I prefer the CMF phone 1. So guys, that's today signing off. It's Phone Mania.